അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ നമ്മുടെ ക്ലബിലെ അവശ കലാകാരന്മാരെ സാമ്പത്തിക രീതിയിൽ ഒരാൾക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഭക്ഷണമൊക്കെ വളരെ ക്ലിയറായിട്ട് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു. അപ്പോൾ ആ രീതിയിൽ നല്ല നല്ല കാര്യങ്ങളായിട്ട് നമ്മുടെ ക്ലബ്ബ് മുന്നോട്ട് പോവുകയാണ്. സംഗീതം പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഇവിടെ കുറേ ആളുകൾ വന്നിട്ട് ഇവിടെ ഇങ്ങനെ പാട്ട് പാടി പഠിച്ച പാട്ടും പഠിക്കാത്ത പാട്ടും നോക്കിയും മറ്റുള്ളതൊക്കെ പോയിക്കൊണ്ട് നിന്നിട്ട് യാതൊരു കാര്യമില്ല. അത് നല്ലത് തന്നെയാണ്. നമുക്ക് കുറച്ച് സമയം പോക്കാൻ പറ്റുമെന്നല്ലാതെ ആ പാട്ടിൻ്റെ അടിസ്ഥാന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിനീതമായ ഒരു എളിയ എൻ്റെ ഒരു അഭിപ്രായം, നമ്മളിത് കുറച്ചുകൂടി കളറാക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ്. ഇതിങ്ങനെ നമ്മളെ ഈ ശുഷ്കിച്ച ഒരു ഓഡിറ്റോറിയത്തിൽ, നമ്മുടെ ഈ ഓഡിറ്റോറിയത്തിൽ മാത്രം നടത്താൻ എല്ലാ നിലയിലും യോഗ്യതയുള്ള ക്ലബ്ബാണ്. ഞാനത് പറയാൻ കാരണം മാസ് ക്ലബിന്റെ പ്രവർത്തനത്തെ ദൂരെ നിന്ന് നോക്കിക്കാണുന്ന ഒരാളാണ് ഞാൻ. കഴിഞ്ഞ 2 വർഷമായിട്ട് ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനം, ഒരു ക്ലബ്ബ് എന്നതിലുപരി അങ്ങനെയാണ്. ക്ലബ്ബുകൾക്ക് പരിമിതികളുണ്ട്. നമ്മൾ കാണേണ്ട ഒരുപാട് ക്ലബ്ബുകൾ നമുക്കൊക്കെ അറിയാം. എന്താണ് ക്ലബ്ബുകളുടെ പ്രവർത്തന രീതികൾ? നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ക്ലബ്ബുകളുണ്ട്. ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ, ചാരിറ്റി മേഖലയിൽ പൊതുസമൂഹവുമായി ഇടപെട്ട് പ്രവർത്തിക്കുന്ന ക്ലബ്ബുകളുണ്ട്. അതേസമയം ശുഷ്കിച്ച് അങ്ങനെ ഒരു ക്ലബ്ബ് ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നത് പോലും അറിയാതെ അവരുടെ ആ തട്ടകത്തിൽ മാത്രം ഒതുങ്ങി ഒരു റൂമും അതിന് താക്കോലും അല്ലെങ്കിൽ ഒരു തബലയും ഒരു ഹാർമോണിയം വെച്ച് നാളുകൾ കഴിയുന്ന ക്ലബ്ബുകൾ, നമ്മൾ അറിയാത്ത ഒരുപാട് ക്ലബ്ബുകൾ നമുക്കിടയിൽ പ്രവർത്തിക്കുന്നു. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പൊതുസമൂഹത്തെ ഇത്രമേൽ അംഗീകാരം നൽകിയ ഒരു ക്ലബ്ബ് പക്ഷേ മാസിനെ പോലെ നമ്മുടെ പരിസരത്ത് ഉണ്ടാവില്ല എന്ന് ഞാൻ തിരുവങ്ങാടിയുമായി ബന്ധപ്പെട്ട 2 ക്ലബിലൊക്കെ മെമ്പർ, AV കലാ സാംസ്കാരിക വേദിയുടെ ഭാരവാഹിയാണ്, ഇശൽ സംഗീത അക്കാദമിയുടെ ഭാരവാഹിയാണ്. ഒക്കെ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളെ ഇവിടമായി ബന്ധപ്പെട്ട എല്ലാ കലാകാരന്മാരും ഞങ്ങളൊക്കെ ഒരുമിച്ച് പല മേഖലയിലും പ്രവർത്തിക്കുന്ന ആളുകളാണ്. നമ്മളൊക്കെ പൊതുരംഗത്ത് ഒരു അടയാളപ്പെടുത്തൽ മാത്രമല്ല, അങ്ങനെയാണ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, തിരഞ്ഞെടുപ്പ് നഗരസഭയുടെ ആരോഗ്യ ആ ഒരു ഭരണ സംവിധാനത്തിലേക്ക് മാത്രം പോകുന്നതാണ്. നമ്മുടെ എല്ലാ മേഖലയും, ദീനിന്റെ മേഖലയുടെ രാഷ്ട്രീയ മേഖല ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല. ഇവിടെ ഇപ്പൊ നേരത്തെ നമ്മളെ 2 കുട്ടികൾ ഇവിടെ പാടിയല്ലോ. ഈ ക്ലബിലെ മെമ്പർമാരാണ്, അവരുടെ സ്ഥിരം ഇവിടുത്തെ അംഗങ്ങളാണ്. ആ കുട്ടികളുടെ കഴിവുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ കുട്ടികളെ പാട്ട് പാടും, ഈ ഇങ്ങനെ പാടാനുള്ളൊരു വേദി ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത്, ഇതുപോലെ നമ്മുടെ മൂന്നിയൂരിന്റെയും നമ്മുടെ പരിസര പ്രദേശത്തും വീടുകളിൽ ഒതുങ്ങിക്കഴിയുന്ന എന്നാൽ നന്നായിട്ട് കലാരംഗത്ത് പെർഫോം ചെയ്യാൻ സാധിക്കുന്ന കുട്ടികൾക്ക് അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുക എന്നുള്ളതാണ് ഇത്തരം ക്ലബ്ബുകളിലൂടെ നമ്മൾ സാധ്യമാക്കി കൊടുക്കുന്നതും ഇതുകൊണ്ടുള്ള നേട്ടം എന്നുള്ളത്. ഒരുപാട് കുട്ടികൾക്ക് വലിയ വലിയ ഭാവി നിർണ്ണയിക്കാനും അവർക്ക് പല ഉന്നതങ്ങളിലും എത്തിപ്പെടാനും സാധിക്കുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ട ടീച്ചർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദ്ഘാടനം കൂടി നിർവഹിക്കുകയാണ്. ഈ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടക്കുന്ന ക്ലാസുകൾ സംഗീത രംഗത്ത് വാസനയുള്ള കഴിവുള്ള ആളുകൾക്ക് കൂടുതൽ അതേക്കുറിച്ച് പഠിച്ച് അതിനുള്ള അറിവുകൾ നൽകി അവരെ കൂടുതൽ ഉന്നതിയിലേക്ക് അല്ലെങ്കിൽ അതിന്റെ പിന്നെ പാർട്ടി പരിപാടികളിലൊക്കെ ടീച്ചർ കാണലുണ്ട്. ഏതായിരുന്നാലും നിങ്ങൾക്ക് കിട്ടിയ ടീച്ചർ കുട്ടികൾക്ക് ഏറ്റവും നന്നായി സംഗീതം പഠിപ്പിക്കാൻ പറ്റിയ ടീച്ചറാണ് നിങ്ങൾ മാസ് ക്ലബ്ബ് കണ്ടെത്തിയിരിക്കുന്നത്. വളരെ സന്തോഷമായിരിക്കുന്നു. അതുപോലെ തന്നെ പ്രിയപ്പെട്ട പ്രതിവട്ടമിന്റെ അതുപോലെ തന്നെ നമ്മുടെ ക്ലബിന്റെ അംഗങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഞാനിവിടെ ഇരിക്കേണ്ട ആളല്ല, നിങ്ങളെ പോലെ അപ്പുറത്തിരിക്കേണ്ട ആളാണ്. തുടങ്ങാൻ പോകുന്ന സംഗീത ക്ലാസിന്റെ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ സന്തോഷം. ഇവിടെ നമ്മുടെ സെക്രട്ടറി പറഞ്ഞു, വിവിധ മേഖലകളിൽ മാസ് ക്ലബ്ബ് നടത്തിയ പ്രവർത്തനങ്ങൾ. ഞാനും ഏതാണ്ട് ഒരു 10-20 വർഷം മുമ്പേ ഇതുപോലെ തന്നെ ഒരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ. പക്ഷെ ഈ ക്ലബ്ബ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ പണ്ടൊക്കെ ആൾക്കാർക്ക് ഭയങ്കര പേടിയാണ്. ക്ലബ്ബ് എന്ന് ചോദിക്കാൻ തന്നെ അടി കിട്ടും പേര്. കാരണം അങ്ങനത്തെ ഒരു ആസ്പെക്റ്റാണ് ഈ ക്ലബിനെ പറ്റി. അവിടെ വന്ന് ചീട്ട് കളിയും മറ്റുള്ള അനാചാര പ്രവർത്തനങ്ങളൊക്കെ എന്നാണ് വെപ്പ് ക്ലബ്ബ് എന്ന് പറഞ്ഞത്. പക്ഷെ അതിനെപ്പറ്റി അറിയാത്ത ഒരാളുകളാണ് അന്നൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ ക്ലബ്ബ് എന്ന് പറയുന്നത് സാംസ്കാരിക കേന്ദ്രമാണ്, സിവിലൈസേഷൻ ഉടലെടുക്കുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ മനുഷ്യരിൽ അന്തർലീനമായി കിടക്കുന്ന കഴിവുകളെ പുറത്തേക്ക് കൊണ്ടുവന്ന് പ്രോത്സാഹിപ്പിച്ച് പ്രൊജക്ട് ചെയ്ത് അവർ ഈ സമൂഹത്തിൽ ഏറ്റവും ഉയർന്നവരായി ഉന്നതരായി വളർത്തിക്കൊണ്ടുവരുന്ന ഒരു സ്റ്റഡി ക്ലാസ് ആണ് ക്ലബ്ബുകൾ. പല മേഖലകളിലും
സാഹിബ്, മറ്റ് സ്റ്റേജിലും സദസ്സിലുമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ, കലാ ആസ്വാദകരെ, നാട്ടുകാരെ, ഇവിടെ ഒരുപാട് കാര്യങ്ങൾ മാസ് ക്ലബിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. മാസ് ക്ലബിനെ പറ്റി പറഞ്ഞാൽ ഇന്നോ നാളെയോ ഒരു മാസമോ പറഞ്ഞാൽ തീരില്ല. കാരണം അത്ര നല്ല സേവനം ചെയ്ത ഒരു ക്ലബാണ് ഈ ക്ലബിന്. എനിക്ക് തന്നെ ഇപ്പോൾ അടുത്തായിട്ട് ഇവിടെ പരിപാടി, സംഗീത പരിപാടി നടക്കാറുണ്ട്. ഈ ക്ലബിന്റെ ഭാരവാഹികൾക്ക് ഞാൻ ആദ്യമായി ഈ രണ്ടാം വാർഷികത്തിലേക്ക് എത്തിച്ച ഈ ക്ലബിന്റെ ഭാരവാഹികൾക്ക് ഞാൻ എൻ്റെ അഭിനന്ദനം അറിയിക്കുകയാണ്. അതോടൊപ്പം ഈ പരിപാടി നേരത്തെ ഇവരൊക്കെ പറഞ്ഞ മാതിരി ഇങ്ങനെ നടത്തിയ പോരായിരുന്നു, വലിയ ഒരു പരിപാടിയാക്കി നടത്തേണ്ടതായിരുന്നു. പക്ഷേ എന്ത് സംഭവിച്ചെന്നറിയില്ല. ഇവിടെ തന്നെ ഒതുക്കി. ഡോക്ടർ ബോക്കർ സാഹിബ് എല്ലാ ആശംസകളും നേരാണ്. രണ്ടാം വാർഷികാഘോഷം മാസ് ക്ലബിന് എല്ലാ ആശംസകളും നേരുന്നു. അതുപോലെ നമ്മളിന്ന് ഇവിടെ തുടങ്ങാനും ശേഷം നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ഞാനൊരു 15 വർഷത്തോളമായി ഫോക്ലോർ അക്കാദമിയുടെ ക്ലാസ്സുകളാണ് ഞാൻ സ്ഥിരമായിട്ട് എടുക്കുന്നത്, മാപ്പിളപ്പാട്ടിൻ്റെ. അത് കോഴിക്കോട് ജില്ലയിലും അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ വിവിധ മേഖലകളിലും എനിക്ക് ക്ലാസ്സുകളുണ്ട്. വളാഞ്ചേരി, മലപ്പുറം, അതുപോലെ തന്നെ ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഫറോക്കിൽ, അങ്ങനെ ഒരുപാട് ക്ലാസ്സുകൾ, ഒരുപാട് കുട്ടികളുള്ളൊരു ടീച്ചറാണ് ഞാൻ. അതെനിക്ക് കലോത്സവങ്ങൾക്ക് അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങൾ, ഞങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നങ്ങളാണ്. അപ്പോൾ രക്ഷിതാക്കൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഇന്ന് പല സൗകര്യങ്ങളുണ്ട് നമ്മളെ കുട്ടികൾക്ക് പാട്ട് പഠിക്കാൻ. ഫോണുണ്ട്. ഫോണിൽ നിന്ന് യൂട്യൂബിലൊരു പാട്ട് എടുത്തു കഴിഞ്ഞാൽ അത് കാണാതെ കുട്ടികൾ പഠിക്കുകയാണ്. ട്രഡീഷണൽ പാട്ടുകളായിരിക്കും. കോമ്പറ്റീഷന് വേണ്ടിയിട്ടാണ് അവർ പഠിക്കുന്നത്. രാവും പകലും ഉറക്കൊഴിഞ്ഞ് പഠിക്കുകയാണ്. അതിൽ വല്ല മിസ്റ്റേക്ക് ഉണ്ടോ, സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ വല്ലതും ഉണ്ടോ? അറബി, മലയാള സങ്കര ഭാഷയിലാണ് ട്രഡീഷണൽ പാട്ടുകൾ എഴുതിയിരിക്കുന്നത്. അത് പറഞ്ഞു കൊടുക്കാൻ രക്ഷിതാക്കൾക്ക് അറിയാം എന്താണ് അതിന്റെ മീനിങ് എന്ന്. പക്ക മലയാളമാണെങ്കിൽ അവർ പറയും. അങ്ങനെ ജഡ്ജ്മെന്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചരിത്രം പാടിയാലാണ് മാർക്ക് കിട്ടുന്നത്. കുട്ടികൾക്ക് ഫിലിമിലാണ് കേൾക്കുന്നത്, പക്ഷെ അത് ചരിത്രമാണ്. ആ പാട്ട് പാടിയിട്ട് എന്തുകൊണ്ടാണ് ടീച്ചറെ മാർക്ക് കൊടുക്കാഞ്ഞെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ചോദ്യം ചെയ്യാമെന്ന് രക്ഷിതാക്കളുണ്ട്. പക്ഷെ അതിന്റെ സാഹിത്യം മലയാളമാണ്. അതിന്റെ തന്നെ ഒരു ട്രഡീഷണൽ വെർഷനാണ്. എന്ത് അഞ്ചിത മൊഞ്ചുള്ള കഞ്ചക വഞ്ചി സുലൈഖ തികവുകൾ മെത്ത് അംബിക താജൊളി ചെമ്പകറങ്കുളയൂസുപാതരിൽ വെത്ത് ഊറ്റമ ചാറ്റുകിലേറ്റമതൃപ്പമാകുമേ അക്കഥനാഥൻ തന്റെ കലാമിൽ നോടി സവിസ്തരമിണ്ടും അഹ്സരുൽ ഹസസ ഉലകമിലെങ്കും വാഴ്ത്തി പാടിയുവിണ്ടും ഹക്കുവലി കവിജിക്കമെ കോർവൈതാകുമേ ഹക്കുവലി കവിജിക്കമെ കോർവൈതാകുമേ. ഈ പാട്ട് പാടിക്കൊടുത്തപ്പോൾ കുട്ടി ചോദിച്ചാൽ മനസ്സിലാവാത്ത പാട്ടാണല്ലേ നമ്മൾ കോമ്പറ്റീഷന് പാടേണ്ടത്. കുട്ടികൾക്ക് അത്രേ അറിയുള്ളൂ. പക്ഷെ അത് അറബി, മലയാള സങ്കര ഭാഷയിലുള്ള ചരിത്രം ഇതന്നെയാണ് ചരിത്രം. യൂസുഫ് നബിന്റെ കൈ മുറിഞ്ഞതും എന്നതുപോലെ തന്നെ സലാമിന്റെ അല്ല, സലാം ബിന്റെ, സലാം പറഞ്ഞു അല്ലെങ്കിൽ സലാം പറയുക. ഇതിനു വേണ്ടിയിട്ട് കുട്ടികൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാണ്. സലാമിന്റെ സുഹൃത തരംഗൊരു ഷറഫുടെ നിധി മതി സന്തോഷപ്പൊന്തൊരു ചന്തം മുന്തിന സുന്ദരി ചന്ദിര ശോഭി സൂര പൊരുൾ ഹസുറ. അപ്പൊ ഈ സലാമിന്റെ എന്ന് പല്ലവിയിൽ 2 പ്രാവശ്യം പാടി. അനുപല്ലവിത് ഒരു മിസ്റ്റേക്ക് മാത്രം ഞാനിന്ന് സ്ഥിരമായിട്ട് വരുന്ന ഒരു കാര്യം ഞാനിന്ന് ചൂണ്ടിക്കാട്ടി. അതുപോലെ ചീത്തിര അല്ല ചിത്തിര, അതെപ്പോഴും നമ്മൾ ഒതുക്കി പാടണം. അപ്പൊ ഈ കലോത്സവം വരുമ്പോൾ പിന്നെ ഒരു മത്സരമാണ് രക്ഷിതാക്കൾ തമ്മിൽ. എന്തുകൊണ്ട് എന്റെ കുട്ടിയെ കിട്ടാതെ പോയത്? നല്ല കഴിവുള്ള കുട്ടികളായിരിക്കും, പക്ഷെ എന്താ രക്ഷിതാക്കളുടെ അടുത്തുള്ള ഫോൾട്ടാണ് കുട്ടികൾക്ക് പലപ്പോഴും കിട്ടാതെ. അതിൽ അറിയുന്നവരെ കൊണ്ട് നമ്മളത് നോക്കിക്കണം. അതിൽ വരികളിൽ തെറ്റുണ്ടോ എന്നുള്ളത് നമ്മൾ യൂട്യൂബിലൊക്കെ വരുമ്പോൾ ഇന്നിപ്പോ ഞാനൊരു പാട്ട് എന്റെ ഇഷ്ടത്തിന് പാടിയത് അപ്ലോഡ് ചെയ്താല് അതാണോ ശരി, അത് എനിക്ക് ശരി,
അതിന്റെ ഒറിജിനൽ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ട് വേണം കുട്ടികൾക്ക് പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ. പിന്നെ ചരിത്രം പാടിയാൽ കിട്ടും, പ്രവാചകന്റെ പേര് പറഞ്ഞാല് അതൊരു ട്രഡീഷണൽ പാട്ടായി എന്നുള്ളൊരു തോന്നൽ പല രക്ഷിതാക്കളുടെ ഇടയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് പറ്റൂല. പിന്നെ അതുപോലെ ഒരു കുട്ടി ചോദിച്ചതാണ്, ഫിലിമിലാണ് ഇപ്പൊ മാപ്പിളപ്പാട്ടുകൾ ഫുള്ള് വരുന്നത്. എന്താണ്? മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീവി. കുട്ടികൾ ഫിലിമിലാണ് കേൾക്കുന്നത്. അതുപോലെ ഇപ്പൊ ഡോക്ടർ പറഞ്ഞതുപോലെ പാട്ടുകളൊക്കെ ഇങ്ങനെ പരിഷ്കരിച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ പഴയ പാട്ടുകൾ തന്നെയാണ്. അപ്പങ്ങളെമ്പാടും ചുട്ടമ്മായി, മരുമോനെ വീട്ടിൽ വിളിച്ചമ്മായി, അപ്പാടെ അപ്പങ്ങൾ ഓരോ തരം അറയിൽ ചുമന്ന് വരും നമ്മായി. ആ പാട്ടാണ് എന്തേ? അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്കു ചുട്ടമ്മായി, അമ്മായി ചുട്ടത് മരുമോനിക്കായി. പിന്നെ കുറെ വെസ്റ്റേൺ മ്യൂസിക്കും. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് നമുക്ക് ഉപകരണം എന്താണ്? ഈ ഹാർമോണിയാണ്. ഒരു ഹാർമോണിയം, ഒരു തബലയും, ഒരു ടൈമറും. ഇതാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള ഉപകരണം. മഹഫിൽ, അന്നൊരു കല്യാണ വീട്ടിലൊക്കെ ഒരു മഹഫിലാണ്. നമ്മുടെ യഥാർത്ഥ ശബ്ദം നമുക്കറിയണമെങ്കിൽ ഹാർമോണിയത്തിൽ തന്നെ പാടണം. ഒരിക്കലും ഞാൻ കരോക്കയെ കുറ്റപ്പെടുത്തുന്നില്ല. പല ആളുകളും കരോക്കയിൽ പാടുന്നവർക്ക് ഓർക്കസ്ട്രയിൽ പാടാൻ പേടിയാണ്. നമ്മളെന്തിനാ ഓർക്കസ്ട്രേനെ പേടിക്കുന്നത്? കരോക്കേന്റെ കൂടെ നമ്മൾ പോകണം. പക്ഷെ നമ്മളെ അടുത്ത് എവിടുന്നെങ്കിലും മിസ്റ്റേക്ക് വന്നാല് ഓർക്കസ്ട്രക്കാരെ മാനേജ് ചെയ്തു പോകും. കരോക്കെ നിന്നാലും കരോക്കെ നിൽക്കൂല. ഞങ്ങളിങ്ങനെ ഒരു പക്ഷെ നമുക്കൊരു ബ്രീത്തിന്റെ പ്രോബ്ലമോ അല്ലെങ്കിൽ ലൈന് മറന്നു പോവുകയോ ചെയ്ത് നമ്മളാകെ. പക്ഷെ ഒരിക്കലും നിങ്ങൾ ഓർക്കസ്ട്രേനെ പേടിക്കേണ്ട കാര്യമില്ല. എന്തായാലും ഞാൻ കൂടുതൽ സമയം സംസാരിച്ചെന്ന് തോന്നുന്നു. എല്ലാവരും പാട്ട് കേൾക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസിന്റെ കാര്യം ഡേറ്റ് ഒക്കെ കുട്ടികളെ അറിയിക്കും. കുട്ടികളൊക്കെ നല്ല ഉഷാറായിട്ട് വരുന്ന കുട്ടികൾ ഒരാഴ്ച കൊണ്ട് നിർത്തി പോവാതെ തുടർന്ന് പഠിക്കുക. ഒരു മാസം വന്നാൽ ഒരിക്കലും നമുക്കൊരു പാട്ട് പഠിച്ച് ഒരു റിംഗ് ടോൺ വെച്ച് കഴിഞ്ഞാൽ പാട്ടുകാരായി എന്നുള്ളൊരു ഉദ്ദേശമാണ് എല്ലാവരും മനസ്സിലും. പിന്നെ പാട്ടുകാർക്ക് വേണ്ടത് അഹങ്കാരം എന്ന് പറഞ്ഞ കാര്യം ഒരു കലാകാരനും ഒരു കലാകാരിക്കും ഉണ്ടാവാൻ പാടുള്ളതല്ല. ഒരു പാട്ട് പഠിച്ച് ഒരു ഓർക്കസ്ട്രയിൽ പാടി അതൊന്ന് റെക്കോർഡ് ചെയ്താൽ എൻ്റെ മകൻ വലിയ പാട്ടുകാരനായി അല്ലെങ്കിൽ വലിയ പാട്ടുകാരായി എന്നാണ് രക്ഷിതാക്കളെ വിചാരം. അതൊരു റിംഗ് ടോണും കൂടെ വെച്ചാൽ തീർന്നു. അതോടുകൂടി അവർ പാട്ട് കഴിഞ്ഞു. വർഷങ്ങളെടുത്ത് പഠിച്ചാലും പാട്ട് മതിയാവില്ല. നമ്മളൊക്കെ ഇന്നും പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് ഒരു കാലാവധി ഒന്നുമില്ല. എത്രയും നമുക്ക് പഠിക്കുക. അപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ പെട്ടെന്ന് പാട്ട് പഠിച്ചെടുക്കും. ഓരോരുത്തരും മുഖം കണ്ടാൽ തന്നെ അറിയാം. അതുകൊണ്ട് ഞാൻ എൻ്റെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അതുപോലെ മാസ് ക്ലബിലെ ഒരു ടീച്ചർ മാത്രമല്ല, ഞാൻ മാസ് ക്ലബിന്റെ എല്ലാ പരിപാടിയിലും ഞാൻ പങ്കെടുക്കാറുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് ഈ വേദിയിൽ നിന്ന് സംസാരിക്കാൻ പറ്റിയതിൽ. എല്ലാവർക്കും ഒറ്റവാക്കിൽ എൻ്റെ ആശംസകളാണ്. സുഹൃത്തുക്കളെ, ഇവിടെ ഇത്രയും സമയം ഇത് കേട്ടിരുന്ന് ഇനി നമുക്ക് പാട്ട് പഠിപ്പിക്കാൻ മാത്രമല്ല നന്നായി പാടും ടീച്ചർ എന്നുള്ളത് ഇപ്പോഴും നിങ്ങൾ കേട്ടില്ലേ. അതുകൊണ്ട് ടീച്ചർ ഈ ഓർക്കസ്ട്ര വെച്ച് നല്ല 2 പാട്ട് പാടിയിട്ട് ഇവിടുന്ന് പോവുള്ളൂ. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത CP ഇസ്മായിൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തിരുവനങ്ങാടി മുനിസിപ്പാലിറ്റി, അവർക്കും വേദിയിലുള്ള മറ്റ് എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു.
കൺമണി കൺമണി പൂവങ്കരിച്ച് നാലും കുരിച്ചിരിച്ച് കൺമണി കൺമണി എല്ലാം വെളിവേഷം കാസ് പണമല്ല നേസം ചില മാസം സിന്ദിരൻ സിന്ദിരൻ അതെല്ലാം വീണാലോ അതിയാരോ നാട്ടാനോ എൻ വീട്ടിൽ വന്നിട്ട് എന്നോടമല്ല കണ്ട് എന്നാരും മുട്ടുതടി കൺമണി കൺമണി ദീപത്ത കായത്തിൽ തെളിവന്ന് കൊത്തുതടി കൺമണി കൺമണി ൂരത്തെരിഞ്ചിക്കട്ടെ ഉലകം പൂരത്തിക്കട്ടെ കൺമണി കൺമണി നൽകുകയുണ്ടായി. അതുപോലെ ഈ പറഞ്ഞ സ്കൂളുകളൊക്കെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ അറിയിക്കലുണ്ട്. നമ്മൾ ആ കാര്യങ്ങളും വിദ്യാഭ്യാസ കാര്യത്തിൽ കുറച്ചുകൂടെ ഊന്നൽ നൽകിക്കൊണ്ട് നമ്മൾ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ കഴിഞ്ഞ നോമ്പുതറ നമ്മുടെ രണ്ടാമത്തെ നോമ്പുതറയായിരുന്നു. അത് നമ്മുടെ ഗ്രൗണ്ട് തിങ്ങി നിറഞ്ഞുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ചതിന് അപ്പുറത്തെ ആളുകൾ ആ പരിപാടിയിൽ പങ്കെടുത്തു. വളരെ